ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കൃഷിലോകം എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കിട്ടും. ഞാനതിലിട്ടിരിക്കുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനും സാധിക്കും. അതുപോലെ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. പനവർഗത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ് തെങ്ങ്. തെങ്ങ് പല ഇനം ഉണ്ട്. പൊക്കമുള്ളതും കുള്ളൻ ഇനങ്ങളും ഇളനീരിന് പറ്റിയ ഇനങ്ങളും നീർവാഴ്ചയുള്ള ഏതു മണ്ണും നമ്മുടെ തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ് തേങ്ങ കുറവാണ്, കറിക്ക് പോലും ഇന്ന് തേങ്ങ കിട്ടുന്നില്ല എന്നൊക്കെ അല്ലേ. നമ്മൾ സ്വയം ഒന്ന് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, തേങ്ങയിടാൻ അല്ലാതെ തെങ്ങിനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളത്. തെങ്ങിന് ഏതു രീതിയിലുള്ള വളപ്രയോഗമാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മറ്റേത് കൃഷിയിലേതും പോലെ തന്നെ കാലിവെള്ളം, കമ്പോസ്റ്റ് എന്നിവ നമുക്ക് നൽകാവുന്നതാണ്. തീരപ്രദേശത്തൊക്കെ തെങ്ങ് നന്നായിട്ട് കായ്ഫലം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അവിടെയുള്ള തെങ്ങുകൾക്ക് മീൻവളം നന്നായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വല്ലാതെ മോശമായിട്ട് നിന്നൊരു തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ മീൻ വെട്ടിയ അതിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ മീൻ വെള്ളമൊക്കെ ധാരാളമായിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നു. ഇപ്പം നന്നായിട്ട് കായ് പിടിക്കുന്നുണ്ട്. തെങ്ങ് തന്നെ വളരെയേറെ മാറിയതായിട്ട് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ വീട്ടിൽ കോഴിയൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ലഭിക്കുമെങ്കിൽ കോഴിക്കാഷ്ടവും ശീമക്കൊന്നയുടെ ഇലയും ഒക്കെ ഇട്ട് തടം മൂടാവുന്നതാണ്. അതുപോലെ എല്ലുപൊടി തെങ്ങിന് നല്ലതാണ്. കായ്ഫലം കൂട്ടാനായിട്ട് വളരെ നല്ല വളങ്ങളാണ് ഇതെല്ലാം. വളമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തടമെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 2 മീറ്റർ അകലവും അതുപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ താഴ്ത്തിയും വേണം തടമെടുക്കാനായിട്ട്. ഒരു തെങ്ങിന് ഒരു വർഷം നമ്മൾ 20-25 കിലോ വളം ഇടേണ്ടതുണ്ട്. ഒരു തേങ്ങ നമുക്ക് പാകമായി കിട്ടുന്നത് 10 മാസം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തുമാത്രം തേങ്ങയാണ് ഓരോ മാസങ്ങളിലും കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളവും നൽകേണ്ടത് ആവശ്യമാണ്. വളമൊന്നും ലഭിക്കാത്ത അവസ്ഥയാണെങ്കിൽ തെങ്ങിൽ നിന്ന് തന്നെ കിട്ടുന്ന തൊണ്ട്, മടൽ, ഓല ഇതൊക്കെ നമുക്ക് ജൈവവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. തടമെടുത്ത് തടത്തിലിട്ട് മൂടാവുന്നതാണ്. കാലവർഷത്തിൻ്റെ തുടക്കത്തിലാണ് വളം ചേർക്കേണ്ടത്. വളം ചേർത്ത് കഴിഞ്ഞാൽ നന നിർബന്ധമായതിനാലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ തെങ്ങിൻ്റെ തടത്തിൽ നമ്മൾ ചീരയൊക്കെ നടാവുന്നതാണ്. കുറ്റിപ്പയർ ഇതൊക്കെ നടുകയാണെങ്കിൽ ആവശ്യത്തിന് നൈട്രജൻ കിട്ടുകയും അതുമൂലം തന്നെ നന്നായിട്ട് വളരാനും കായ്കളുണ്ടാകുവാനും അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. തെങ്ങിന് രാസവളങ്ങൾ നൽകാമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനാണെങ്കിൽ ജൈവവളങ്ങൾക്ക് പുറമേ നമുക്ക് രാസവളങ്ങളും കൂടി നൽകാം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. അതായത് മണ്ണറിഞ്ഞ് വളമിടണം എന്ന് പറയുന്നത് പോലെ വലിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നവർ എന്ത് കൃഷിയാണെങ്കിൽ പോലും ആ പ്രദേശത്തെ മണ്ണ് പരിശോധിച്ച് മണ്ണിൻ്റെ ഫലഭൂഷ്ഠതയും അതുപോലെ തന്നെ മൂലകങ്ങളുടെ കുറവൊക്കെ മനസ്സിലാക്കി അതിന് അനുയോജ്യമായ രാസവള പ്രയോഗമാണ് ചെയ്യുന്നത്. മഴയില്ലാത്ത സമയത്താണ് നമ്മൾ വളം ചേർക്കുന്നതെങ്കിൽ നനച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവർ മെയ്, ജൂൺ അതുപോലെ തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ 2 തവണയായിട്ട് നമുക്ക് വളം ചേർത്ത് കൊടുക്കാം. തെങ്ങിന് 1 കിലോ കുമ്മായം മെയ്, ജൂൺ മാസത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മറ്റു വളം ചേർക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ കുമ്മായം ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 2 ആഴ്ച മുൻപ് ഇത് ചേർക്കുന്നതാണ് നല്ലത്. മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള കറികളും അതുപോലെ വെളിച്ചെണ്ണ തേച്ചുള്ള ഗുളിയും എല്ലാം. സത്യത്തിൽ എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം തേങ്ങ കാശ് കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതല്ലാതെ ഒരല്പം സ്ഥലമുള്ള എല്ലാവർക്കും തെങ്ങ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങൾ അനവധിയാണ്. നമുക്കത് തീർച്ചയായും മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പോൾ നിങ്ങളുടെ തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ അതുപോലെ സക്സസ് സ്റ്റോറീസ്, ടിപ്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക. തെങ്ങ് കൃഷിയിൽ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയുക. ഒത്തിരി അറിവുകളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തീർച്ചയായും കൂടുതൽ അറിവുകൾ ഞാനും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.